ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ സുവോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ +1-ൻ്റെ നമ്മൾ തേർഡ് ചാപ്റ്റർ തുടങ്ങുകയാണ്. തേർഡ് ചാപ്റ്ററായ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, ആ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലെ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അതിലെ ആനിമൽ കിങ്ഡം 3 പാർട്ടുകളായിട്ടാണുള്ളത്. ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കുറേ കുട്ടികൾ അറിയിച്ചു, സന്തോഷം. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നോട്ട്സ് ആവശ്യമുള്ളവർ ഞാൻ പറഞ്ഞിരുന്നു, വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അത് കുറേ കുട്ടികളൊക്കെ ആവശ്യപ്പെട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, നമുക്കിപ്പോൾ ബോട്ടണിയുടെ ക്ലാസ്സുകളും നമ്മുടെ ചാനലിലൂടെ കൊടുക്കുന്നുണ്ട്. സോ ബോട്ടണി ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കാണുക. ബോട്ടണി ക്ലാസ് ഇപ്പോൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. തേർഡ് ചാപ്റ്ററിൻ്റെ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തു. പാർട്ട് 2 നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കണ്ടു പോവുക. ദെൻ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എന്നിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചിലർ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്തത് കാണാതെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമ്മുടെ ഫോക്കസ് ഏരിയ ഒന്ന് നോക്കാം, ആ ചാപ്റ്ററിലത്തെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിൽ വേണ്ടത് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. അത് 3 ടൈപ്സ് ഓഫ് സിമ്പിൾ എപ്പിത്തീലിയം, ദെയർ ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ, ദെൻ സെൽ ജംഗ്ഷൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഫോക്കസ് ഏരിയയിൽ എന്താണെന്നുള്ളത് നോക്കാം. സോ അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്. പിന്നെ മോർഫോളജി ഓഫ് എർത്ത് വേം, കോക്രോച്ച് ആൻഡ് ഫ്രോഗ്, ഇത്രയാണ് നമ്മുടെ ആ ചാപ്റ്ററിലുള്ളത്. അതിൽ ആ എർത്ത് വേം, ഫ്രോഗ് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് മുൻപ് തന്നെ സിലബസിൽ നിന്നും ഒഴിവാക്കിയതാണ്. നമുക്കുള്ളത് കോക്രോച്ച് മാത്രമാണ്. അപ്പോൾ ഫോക്കസ് ഏരിയ വന്നപ്പോൾ അതിൽ നിന്നും വീണ്ടും ഒരു സെലക്ഷൻ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. സോ ആനിമൽ ടിഷ്യൂസ് ആണ് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം. അപ്പോൾ ആനിമൽ ടിഷ്യൂസിനെ നമുക്കൊരു ജസ്റ്റ് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ദറ്റ് ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. സോ ആനിമൽ ടിഷ്യൂസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 4. അതാണ് ഈ പറഞ്ഞ 4 കാര്യം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂവും അതിൻ്റെ ക്ലാസിഫിക്കേഷനും, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമ്പിൾ എപ്പിത്തീലിയം, ദെൻ സെൽ ജംഗ്ഷൻ. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ പ്രൊവൈഡ് എ കവറിങ് ഓർ എ ലൈനിങ് ഫോർ സം പാർട്സ് ഓഫ് ദി ബോഡി. നമ്മുടെ പല ബോഡി പാർട്സിനെയും കവർ ചെയ്യുക അല്ലെങ്കിൽ ലൈൻ ചെയ്യുക എന്നുള്ളതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. അല്ലെങ്കിൽ ആ രീതിയിലാണ് അവർ നമുക്ക് കാണാൻ പറ്റുക. ദെൻ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ലെയേഴ്സ്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആർ ഓഫ് 2 ടൈപ്സ്. സെൽ ലെയറുകളുടെ അടിസ്ഥാനമാക്കിയിട്ട്, ഇപ്പോൾ നമുക്കറിയാം സെല്ലാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓഫ് ലൈഫ് അല്ലേ. അപ്പോൾ അത്തരം സിമിലർ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന സെല്ലുകൾ കൂടി ചേർന്നിട്ട് എന്തായി മാറുന്നു? ടിഷ്യൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക, സെല്ലുകളും പിന്നെ കോശങ്ങൾ അല്ലേ, കലകൾ, കോശങ്ങൾ കൂടി ചേർന്ന് കലകൾ, ദാറ്റ് ഈസ് സെൽസുകൾ കൂടി ചേർന്ന് ടിഷ്യൂസ്. അപ്പോൾ ആ ലെവല് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ടാണ് നമ്പർ ഓഫ് സെൽ ലെയേഴ്സുകളെ അടിസ്ഥാനമാക്കിയിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം: സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെക്കണം. ഇനി നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയത്തിലേക്കാണ് പോകുന്നത്. സിമ്പിൾ എപ്പിത്തീലിയത്തിന് പറഞ്ഞു ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽ. ദെൻ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻസ് ആസ് ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസ്, ഡക്റ്റ് ആൻഡ് ട്യൂബ്സ്. ബോഡി ക്യാവിറ്റി, അതുപോലെ ഡക്റ്റുകൾ, നമ്മുടെ ബോഡിയിൽ ഡക്റ്റുകളുണ്ട്, നളികകൾ, നാളങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡക്റ്റുകളുടെയും ട്യൂബുകളുടെയും ഒക്കെ ലൈനിങ് ഫോം ചെയ്യുക. ദെൻ ഇത് സിംഗിൾ ലെയർ ഓഫ് സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ടൈപ്സിനെ പഠിക്കാനുണ്ട്. അതാണ് ഫോക്കസ് ഏരിയയിലെ മെയിൻ ആയിട്ടുള്ള ഭാഗം. സോ ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ഓഫ് സെൽസ്, സിമ്പിൾ എപ്പിത്തീലിയം ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 3 ടൈപ്സ്. സെല്ലുകളുടെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷനെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെയാണ് ഈ സിമ്പിൾ എപ്പിത്തീലിയത്തെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കൊളുംനാർ എപ്പിത്തീലിയം. സോ 3 തരത്തിൽ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുകയാണ് സിമ്പിൾ എപ്പിത്തീലിയത്തെ: സ്ക്വാമസ്, ക്യൂബോയിഡൽ ആൻഡ് കൊളുംനാർ.
The first one is squamous epithelium. It is made up of single thin layer of flattened cells with irregular boundaries. അപ്പോൾ ആ ഒരു പോയിന്റിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? ചിലപ്പോൾ നിങ്ങളോട് നെയിം ദ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമോ, അല്ലെങ്കിൽ നെയിം ദ എപ്പിത്തീലിയം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഇത് നോക്കൂ, സിംഗിൾ തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറി. സിംഗിൾ ലെയർ ആണ് സിമ്പിൾ എപ്പിത്തീലിയം, നമുക്കറിയാം. പിന്നെ പരന്ന സെല്ലുകളാണ്, അതിൻ്റെ ബൗണ്ടറീസ് റെഗുലർ അല്ല, ഇറഗുലർ ആയിട്ടുള്ള ബൗണ്ടറീസ്. അപ്പോൾ ആ കാറ്റഗറി ഓഫ് എപ്പിത്തീലിയം ഏതാണ്? ദാറ്റ് ഈസ് സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. അപ്പോൾ അങ്ങനെ നെയിം ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന്ന് ക്വസ്റ്റ്യൻ വരിക എങ്ങനെയാണ്, കാണുന്ന സ്ഥലം എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ്. ഇത് നമ്മളെ ബ്രീത്തിങ് എന്നുള്ള ചാപ്റ്ററിൽ ഈ കാര്യം വരുന്നുണ്ട്. ഈ സ്ക്വാമസ് എപ്പിത്തീലിയത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വാൾസ് ഓഫ് ബ്ലഡ്, രക്തക്കുഴലുകളുടെ വാൾ ഭിത്തികളിലും അതുപോലെ ലങ്സിൽ കാണുന്ന എയർ സാക്സ് വായു അറകളിലുമാണ് ഇത് കാണുന്നത്. ഏത്? സ്ക്വാമസ് എപ്പിത്തീലിയം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രധാന ഫങ്ഷനായിട്ട് പറയാം എന്ത്? ദേ ആർ ഇൻവോൾവ് ഇൻ ഫങ്ഷൻസ് ലൈക്ക് ഫോമിങ് എ ഡിഫ്യൂഷൻ ബൗണ്ടറി. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഗാഢത കൂടിയിടത്തു നിന്നും ഗാഢത കുറഞ്ഞിടത്തേക്കുള്ള ആ ഒരു പാസേജാണ് ആ ഡിഫ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിലൊക്കെ ബ്രീത്തിങ് അല്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കുമ്പോൾ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്ന ആ അടിസ്ഥാന പ്രിൻസിപ്പിൾ ഏതാണ്? ഡിഫ്യൂഷനാണ്. സോ ഇത് കാണുന്ന സ്ഥലം ലങ്സ് ഓഫ് എയർ സാക്സിൽ കാണുന്നുണ്ട്. സോ ഡിഫ്യൂഷൻ ബൗണ്ടറി ഫോം ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? സ്ക്വാമസ് എപ്പിത്തീലിയം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് 3 കോളം ആയിട്ട് മാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു കോളത്തിൽ ടിഷ്യൂവിൻ്റെ പേര് കൊടുക്കാം, രണ്ടാമത്തെ കോളത്തിൽ കാണുന്ന സ്ഥലം, മൂന്നാമത്തെ കോളത്തിൽ ഫങ്ഷൻ. അപ്പോൾ ഇത് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ. സോ ദേ ആർ ഇൻവോൾവ് ഇൻ ഫങ്ഷൻസ് ലൈക്ക് ഫോമിങ് എ ഡിഫ്യൂഷൻ ബൗണ്ടറി. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ്? തിൻ ലെയർ, സിംഗിൾ ലെയർ ആണ്, അത് തിന്നാണ്. ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് റെഗുലർ ബൗണ്ടറീസ് ആണ്. പിന്നെ കാണുന്ന സ്ഥലം വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ്. ആൻഡ് ദെൻ ഫങ്ഷൻ ടു ഫോംസ് ഡിഫ്യൂഷൻ ബൗണ്ടറി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൽ നിന്ന് പഠിക്കണം. ദെൻ ക്യൂബോയിഡൽ, ആ പേരിൽ നിന്ന് തന്നെ അറിയാം എന്താണ്? ക്യൂബ് ലൈക്ക് സെല്ലുകളാണ്. ദെൻ എവിടെയാണ് കാണുക? ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ് ഇൻ കിഡ്നി. ഇതും നമ്മുടെ എക്സ്ക്രീഷനിൽ നമ്മളവിടെ പറയും ഈ കാര്യം എവിടെയാണെന്നുള്ളത്. എന്താണ് ഇത് നമ്മുടെ കാണുന്ന സ്ഥലങ്ങൾ. ഗ്ലാൻഡുകളെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്, ഗ്രന്ഥികൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗ്രന്ഥികളിൽ നിന്നുള്ള വരുന്ന ഇപ്പോൾ ഗ്രന്ഥികൾ എന്താ ചെയ്യുക? എന്തെങ്കിലും സെക്രീറ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഗ്രന്ഥികൾ എന്ന് പറയുക, സ്രവിപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു സ്രവങ്ങളെ എങ്ങടെ എത്തിക്കേണ്ടിച്ച കൊണ്ടവരാണ് ഈ ഡക്റ്റുകൾ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഡക്റ്റുകളിലും ദെൻ കിഡ്നിയിൽ കാണുന്നതാണ് നെഫ്രോൺസ് അല്ലെ. കിഡ്നിയുടെ ബേസിക് യൂണിറ്റ്സ് ആണ് നെഫ്രോൺസ്. അപ്പോൾ ആ നെഫ്രോൺസിൻ്റെ ട്യൂബ്സിലും ഒക്കെ നമുക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? ഈ പറയുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തെ കാണാം. ഫങ്ഷൻ എന്താണ്? സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. സെക്രീഷനും അബ്സോർപ്ഷനും ആണ് മെയിൻ ഫങ്ഷൻ. സോ ക്യൂബ് ലൈക്ക് സെൽസ് ആണ് ഫൗണ്ട് ഇൻ ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ്, അല്ലെങ്കിൽ ട്യൂബുലർ പാർട്സ് ഓഫ് കിഡ്നി. കിഡ്നിയിലെ നെഫ്രോൺസിൻ്റെ ട്യൂബുലർ പാർട്ട്. പിന്നെ ഫങ്ഷൻ സെക്രീഷനും അബ്സോർപ്ഷനും. നിങ്ങൾക്ക് സെല്ലുകളൊന്ന് നോക്കാം. ഇതാരായിരിക്കും? നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്? സ്ക്വാമസ് ആണ്, പരന്ന സെല്ലുകളാണ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. ദാറ്റ് ഈസ് സ്ക്വാമസ് എപ്പിത്തീലിയം. ആൻഡ് ദെൻ ദിസ് ഈസ് ദ ക്യൂബ് ലൈക്ക് സെൽസ്, ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ആളാണ് ദിസ് വൺ, ദാറ്റ് ഈസ് ദ കൊളുംനാർ എപ്പിത്തീലിയം. അപ്പോൾ തന്നെ നിങ്ങൾ ആ ഷേപ്പ് ഒന്ന് നോക്കൂ. കോളം ലൈക്ക്, ഇലോങ്ങേറ്റഡ് ആയിട്ടില്ല, കോളം ലൈക്ക് സെല്ലുകളാണ് ഇതിൽ വരിക? കൊളുംനാർ സെൽ എപ്പിത്തീലിയം. സിംഗിൾ ലെയർ ഓഫ് ടോൾ ആൻഡ് സ്ലെൻഡർ സെൽ. പൊതുവെ നീളം കൂടിയ അല്ലെങ്കിൽ മെലിഞ്ഞ സെല്ലുകളാണ് അല്ലേ. ന്യൂക്ലിയസ് എവിടെ കാണാം? താഴ്ഭാഗത്ത് ന്യൂക്ലിയസിനെ കാണാൻ കഴിയുന്നുണ്ട്. ദെൻ ലൊക്കേഷനാണ് നമ്മൾ ശ്രദ്ധിക്കുക. ദേ ആർ ഫൗണ്ട് ഇൻ ദ ലൈനിങ് ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈൻ. സ്റ്റൊമക്കിൻ്റെയും ഇൻഡസ്റ്റൈൻ്റെയും ഒക്കെ ലൈനിങ് ആയിട്ട് ആരെ കാണാൻ കഴിയും? നമുക്ക് ഈ പറയുന്ന കൊളുംനാർ എപ്പിത്തീലിയത്തെ കാണാൻ കഴിയും. ഇതിൻ്റെയും ഫങ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. ഇനി ഇതോടൊപ്പം തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാണുന്ന കൊളുംനാർ സെൽസ് ബിയറിംഗ് സീലിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ദാറ്റ് ഈസ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. അതായത്
കൊളുംനാർ അല്ലെങ്കിൽ ക്യൂബോയിഡൽ സെൽസ് ബിയർ സീലിയ ഓൺ ദെയർ ഫ്രീ സർഫസ്. ദേ ആർ കോൾഡ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഒന്നുകിൽ കൊളുംനാർ സെല്ലുകളാവാം അല്ലെങ്കിൽ ക്യൂബോയിഡൽ സെല്ലുകളാവാം. പക്ഷെ അവരുടെ ഫ്രീ സർഫസിൽ എന്ത് കാണും? സീലിയ. സീലിയ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് കണ്ടോ ഇതാണ് സീലിയകൾ എന്ന് പറയുന്നത്. അപ്പം അത്തരം സെല്ലുകളെയാണ് നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അത്തരം എപ്പിത്തീലിയത്തിനെയാണ്. അപ്പോൾ ഇത് കാണുന്ന സ്ഥലം നിങ്ങൾ നോക്കൂ. ഇറ്റ്സ് പ്രസന്റ് ഇൻ ദ ഇന്നർ സർഫസ് ഓഫ് ഹോളോ ഓർഗൻസ് ലൈക്ക് ബ്രോങ്കിയോൾസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബ്. നമ്മളിലുള്ള ഹോളോ ആയിട്ടുള്ള ട്യൂബുകളാണ്, പക്ഷെ അതിൻ്റെ ഉൾഭാഗം ഹോളോ ആണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഇപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ, ബ്രോങ്കിയോൾസ് എവിടെയാണ് കാണുക? യെസ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗത്താണ് കാണുക അല്ലേ. നമ്മുടെ മൂക്കുകളിൽ നോസ്ട്രിൽസിലൂടെ കയറിയ എയർ അങ്ങനെ ഫാരിങ്സിലൂടെയൊക്കെ പോയിട്ട് ദെൻ ട്രക്കിയയിലേക്ക് കൊടുക്കുന്നു. ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്ന ബ്രോങ്കിയോൾസ് അല്ലേ, ബ്രോങ്കിയോൾസ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഈ ബ്രോങ്കിയോൾസ്. ദെൻ ഫലോപ്പിയൻ ട്യൂബ്. ഇതെവിടെയാണ്? ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദറ്റ് ഈസ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴൽ എന്ന് പറയും. ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തിനെ, അണ്ഡാശയത്തിൽ നിന്നും പുറത്തു വരുന്ന അണ്ടത്തിനെ ഒരു ട്യൂബിൽ കൂടെ പോയിട്ടാണ് അത് യൂട്രസിലേക്ക് എത്തുക അല്ലേ. അപ്പോൾ ആ ഒരു ട്യൂബാണ് ഈ ഫലോപ്പിയൻ ട്യൂബ്. അതിനെ ഓവിഡക്റ്റ് എന്നും മലയാളത്തിൽ അണ്ടവാഹിനി കുഴൽ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സർഫസിൽ ദെൻ ബ്രോങ്കിയോൾസിൻ്റെ ഉൾ സർഫസിൽ ഒക്കെ ആരെ കാണാൻ പറ്റുന്നുണ്ട്? ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫങ്ഷൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താണ്? ടു മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ഓവർ ദി എപ്പിത്തീലിയം. പാർട്ടിക്കിൾ മൂവ്മെൻറ്റിന് സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ അതായത് ഇപ്പോൾ ഓവിഡക്റ്റിൽ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിൽ ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലൂടെയാണ് ഓവം അല്ലെങ്കിൽ അണ്ടം പാസ് ചെയ്ത് ഇങ്ങനെ പോവുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മൂവ്മെൻറ്റിനെ ഈ സീലിയകൾ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കില്ലേ. ആ ഒരു ഇളക്കത്തിലൂടെ എന്ത് ചെയ്യുന്നു? പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? ഈ പറയുന്ന സീലിയേറ്റഡ് എപ്പിത്തീലിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ പറഞ്ഞു. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അത് എവിടെ കാണുമെന്ന് പറഞ്ഞത് നമ്മൾ ബോഡി പാർട്സിൻ്റെ കവറിങ് അല്ലെങ്കിൽ ലൈനിങ് ആയിട്ടാണ് കാണുക. അതിൻ്റെ ലെയേഴ്സിൻ്റെ എണ്ണത്തെ അടിസ്ഥാനമാക്കി നമ്മളത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. സിമ്പിൾ എപ്പിത്തീലിയവും കോമ്പൗണ്ട് എപ്പിത്തീലിയവും. നമുക്ക് വേണ്ടത് ഫോക്കസ് ഏരിയയിൽ സിമ്പിൾ എപ്പിത്തീലിയം ആയതുകൊണ്ട് നമ്മൾ അതിലൂടെ പാസ് ചെയ്യാണ്. സിംഗിൾ ലെയർ ഓഫ് സെല്ലുകളാണ്. ബോഡി ക്യാവിറ്റീസിനെയും അതുപോലെ ഡക്റ്റിനെയും ട്യൂബ്സിനെയും ഒക്കെ ലൈൻ ചെയ്തുകൊണ്ടാണ് ഇവർ കാണുക. സെല്ലുകളുടെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ മൂന്നായി തിരിച്ചു: സ്ക്വാമസ്, ക്യൂബോയിഡൽ ആൻഡ് കൊളുംനാർ. ഓക്കെ, സ്ക്വാമസിൽ ഡിഫ്യൂഷൻ ബൗണ്ടറി എന്നുള്ളതും വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യൂബോയിഡൽ സെല്ലുകൾ എവിടെ കാണുന്നു? ഡക്റ്റ് ഓഫ് ഗ്ലാൻഡ് ആൻഡ് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ്. ദെൻ കൊളുംനാർ എപ്പിത്തീലിയം പറഞ്ഞു, അത് സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലുമാണ് കാണുന്നത്. ദെൻ സീലിയേറ്റഡ് എപ്പിത്തീലിയം ഈ പറയുന്ന ഹോളോ ഓർഗൻസ് ആണ്, ലൈക്ക് ബ്രോങ്കിയോൾസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബ്സ്. ദെൻ അതിൻ്റെ ഫങ്ഷനായിട്ട് പാർട്ടിക്കിൾ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 2, 3, 4 മാർക്ക് വരെ കിട്ടാവുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത് കേട്ടോ. ദെൻ സെൽ ജംഗ്ഷൻ. പേരിന്ന് തന്നെ അറിയാം എന്താണ് ജംഗ്ഷൻസ് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു സെല്ല് വേറൊരു സെല്ല് അവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലം, അതാണ് സെൽ ജംഗ്ഷൻ. അപ്പോൾ നിയർലി ഓൾ ആനിമൽ ടിഷ്യൂസ് സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ് പ്രൊവൈഡ് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിങ്ക് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ സെൽ. മിക്കവാറും എല്ലാ ആനിമൽ ടിഷ്യൂസിലും തൊട്ടടുത്തുള്ള സെല്ലുകൾ തമ്മിൽ അവരെ സ്ട്രക്ചറുകൾ കൊണ്ടും അതുപോലെ തന്നെ ഫങ്ഷണൽ ആയിട്ട് അവർ ലിങ്ക് ചെയ്യിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ജംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇത് അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 3 types of cell junctions are found in epithelium and other tissue. അപ്പോൾ 3 തരത്തിലുള്ള സെൽ ജംഗ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നന്നായി ശ്രദ്ധിച്ചോളൂ. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിങ് ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻ പേരിൽ തന്നെ അറിയാം എന്തായിരിക്കും അത്. ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ. ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ സെല്ലുകൾ ചേർന്നിട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സെല്ലുകളെ തമ്മിൽ കൂട്ടി നിർത്തിയിരിക്കുന്നത്, ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു ജംഗ്ഷൻ, അതിൻ്റെ പ്രത്യേകത എന്താണ്? യാതൊരുവിധ ലീക്കിങ്ങും അതിലൂടെ അത് അനുവദിക്കില്ല. വളരെ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടിരിക്കും. സോ ദർ വിൽ ബി നോ ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ. ദാറ്റ് ഈസ് ടൈറ്റ് ജംഗ്ഷൻ.
സബ്സ്റ്റൻസുകൾ ഇവിടുന്ന് അങ്ങോട്ടും പോവില്ല, അവിടുന്ന് ഇങ്ങോട്ടും പോവില്ല, ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ദെൻ അഡ്ഹറിങ് ജംഗ്ഷൻ പെർഫോം സിമെൻറ്റിങ് ടു കീപ് നൈബറിങ് സെൽസ് ടുഗദർ. അടുത്തടുത്തുള്ള സെല്ലുകളെ അവരെ കണക്ട് ചെയ്ത് നിർത്തുക എന്നൊരു ഫംഗ്ഷനോട് കൂടിയിട്ടുള്ളൊരു ജംഗ്ഷനാണ് അഡ്ഹറിങ്. അപ്പോൾ നോക്കൂ, അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഈ പടവ് കണ്ടിട്ടില്ലേ? നമ്മൾ ബിൽഡിംഗ് ഒക്കെ പഠിക്കുമ്പോൾ കല്ല് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് സിമെൻറ്റ് തേച്ചു, ദെൻ അടുത്ത കല്ല്, ദെൻ സിമെൻറ്റ്, അങ്ങനെയല്ലേ പോവുക? എന്ത് വേണ്ടിയിട്ടാണ്? രണ്ട് കല്ലുകൾ വെക്കുമ്പോൾ അവരെ രണ്ടാളെയും തമ്മിൽ ജോയിൻ ചെയ്ത് നിർത്താനാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ എന്ത് കൊടുക്കുന്നത്? ഈ ഒരു സിമെൻറ്റ് എന്നുള്ള സാധനം കൊടുക്കുന്നത് അല്ലേ? സിമിലർലി ഒരു സെല്ല് അതിനടുത്ത സെല്ല്, അപ്പോൾ അവരെ തമ്മിലൊന്ന് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ആളുടെ ഫംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ. ദെൻ ഗ്യാപ്പ് ജംഗ്ഷൻ, പേരിൽ തന്നെ നോക്കൂ, ഫെസിലിറ്റേറ്റ് ദ സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ കണക്റ്റിംഗ് ദ സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ് ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ്, സ്മോൾ മോളിക്യൂൾസ് ആൻഡ് സംടൈം ബിഗ് മോളിക്യൂൾ. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവർ കുറച്ചും കൂടെ ഫ്രീ ആണ് അല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുക? സെല്ലുകളെ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ അനുവദിക്കുന്നുണ്ട്. എങ്ങനെയാണ്? തൊട്ടടുത്തുള്ള രണ്ട് സെല്ലുകളുടെ സൈറ്റോപ്ലാസങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് സബ്സ്റ്റൻസുകളുടെ ട്രാൻസ്ഫർ എളുപ്പത്തിൽ നടത്താൻ കഴിയും. സോ തൊട്ടടുത്ത രണ്ട് സെല്ലുകൾ തമ്മിൽ സൈറ്റോപ്ലാസം വഴി ഒരു കണക്ഷൻ, ഒരു കണക്ഷനാണ് അല്ലേ? എന്തെങ്കിലും സാധനങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട്. അത്തരം ജംഗ്ഷൻസ് ആണ് ഗ്യാപ്പ് ജംഗ്ഷൻ. സോ 3 types ഓഫ് സെൽ ജംഗ്ഷൻസ് ആർ ദർ: ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻ ഒരു രക്ഷയില്ല, നോ ലീക്കേജ് ഓഫ് സബ്സ്റ്റൻസസ് അക്രോസ് എ ടിഷ്യൂ, അതാണ് ടൈറ്റ്. അഡ്ഹറിങ് എന്ന് പറയുമ്പോൾ സിമെൻറ്റിങ് ദ അഡ്ജസൻറ്റ് സെൽസ് ടുഗദർ, തൊട്ടടുത്തുള്ള സെല്ലുകളെ തമ്മിൽ ഒന്ന് ചേർത്ത് നിർത്തുക എന്ന് മാത്രം. ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള സെല്ലുകളുടെ സൈറ്റോപ്ലാസങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. സോ ഈസി ആയിട്ട് റാപ്പിഡായിട്ട് ട്രാൻസ്ഫർ സെല്ലുകൾ തമ്മിൽ നടക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ഏരിയയിലേക്ക് ഒന്ന് നോക്കാം. എന്താണെന്ന്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിൽ ഫങ്ഷൻസ് ഓഫ് ഏരിയോളാർ, അഡിപ്പോസ്, ടെൻഡൻസ്, ലിഗമെൻറ്റ്സ്, ഈ കാര്യങ്ങളാണുള്ളൂ. കുറച്ചൊരു ഏരിയ മാത്രമേ ഉള്ളൂ അത്. ഇപ്പോൾ ആനിമൽ ടിഷ്യൂസിൻ്റെ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് കാറ്റഗറി ഈസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ആ കണക്റ്റീവ് ടിഷ്യൂവിന് ആ പേര് വരാനുള്ള കാരണം എന്താ? ഒരു ഫങ്ഷൻ തന്നെ പരസ്പരം കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് അല്ലേ? ബിക്കോസ് ഓഫ് ദെയർ സ്പെഷ്യൽ ഫങ്ഷൻ ഓഫ് ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിങ് അതർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഓഫ് ദി ബോഡി. ശരീരത്തിലെ മറ്റു ടിഷ്യൂസിനെ ഓർഗൻസിനൊക്കെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അവരുടെ ഫങ്ഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ശരിക്കും ഡെലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, അതിൽ തന്നെ റെഗുലർ, ഇറഗുലർ, അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കിതിൽ പറഞ്ഞിരിക്കുന്നത് ഏരിയോളാർ, അഡിപ്പോസ്, ടെൻഡൻ, ലിഗമെൻറ്റ് മാത്രമാണ്. ഓക്കെ, ഏരിയോളാർ ടിഷ്യൂ, ഇറ്റ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ പ്രസൻറ്റ് ബിനീത്ത് ദ സ്കിൻ. നമ്മുടെ സ്കിന്നിന് അടിയിൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ. ഫങ്ഷൻ എന്തായിരിക്കും? ഇറ്റ് സെർവ് ആസ് എ സപ്പോർട്ട് ഫ്രെയിംവർക്ക് ഫോർ എപ്പിത്തീലിയം. എപ്പിത്തീലിയത്തിന് ഇപ്പോൾ നമുക്കറിയാം, എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ബോഡി പാർട്സിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്കിന്നിന് ജസ്റ്റ് അടിയിലാണ് ആരെ കാണുന്നത്? ഏരിയോളാർ. സോ അതുകൊണ്ട് തന്നെ ഈ എപ്പിത്തീലിയൽ ഫ്രെയിംവർക്കിന്, ഒരു എപ്പിത്തീലിയത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? ഏരിയോളാർ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ. ഇനി അതിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഫൈബ്രോബ്ലാസ്റ്റ്. ഫൈബ്രോബ്ലാസ്റ്റ് മീൻസ് സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് പലതരം ഫൈബേഴ്സ്, കൊളാജൻ ഫൈബേഴ്സ്, ഇലാസ്റ്റിൻ ഫൈബേഴ്സ്, അങ്ങനെ പലതരം ഫൈബേഴ്സുകളുണ്ട്. അതിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ഫൈബ്രോബ്ലാസ്റ്റ്. ആൻഡ് ദെൻ മാക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽസ്. മാക്രോഫേജസ് ഉണ്ട്, അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന മറ്റുള്ള ഫോറിൻ പാർട്ടിക്കിൾസിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമില്ല. മാസ്റ്റ് സെൽസ് ഹിസ്റ്റാമിനെ പോലുള്ള കാര്യങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെന്തിനെ കാണിക്കുന്നു? ഏരിയോളാർ ടിഷ്യൂവിനെ കാണിക്കുന്നതാണ്. സ്കിന്നിന് തൊട്ട് താഴെ കാണുന്നു. എപ്പിത്തീലിയത്തിനൊരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫങ്ഷൻ. ഇതിൽ മാക്രോഫേജസ്, ഫൈബ്രോബ്ലാസ്റ്റ്, ഫൈബേഴ്സ്, മാസ്റ്റ് സെൽസ് ഒക്കെയാണ് കാണുക. ഡയഗ്രാം ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ അഡിപ്പോസ് ടിഷ്യൂ ആണെങ്കിലും സ്കിന്നിന് താഴെ കാണുന്നതാണ് അഡിപ്പോസ് ടിഷ്യൂ.
ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇവരെ തന്നെ ശ്രദ്ധിക്കണേ. 1 മാർക്ക് 2 മാർക്ക് ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. സ്കിന്നിന് അടിയിൽ കാണുന്നു. ഫങ്ഷൻ എന്താണ്? സ്റ്റോർ ഫാറ്റ്, കൊഴുപ്പിനെ സ്റ്റോർ ചെയ്യുന്നതാണ്. ആക്ച്വലി ഒരു നമ്മുടെ സ്കിന്നിന് അടിയിൽ ഇത്ര ഒരു ഫാറ്റ് സ്റ്റോറേജ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിങ്ങനെ സ്റ്റിഫായിട്ട് അല്ലേ കൃത്യമായിട്ട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നത്. നമുക്ക് പറയാം കുറേ ഇപ്പോൾ ഒരുപാട് നാൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുറേ ഏജിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഫാറ്റ് ഡെപ്പോസിഷൻ ഡിപ്ലീറ്റഡ് ആവും. അപ്പോഴാണ് ചുക്കി ചുളുങ്ങിയ രീതിയിൽ കാണപ്പെടുക അല്ലേ. അപ്പോൾ ചുക്കി ചുളിയാതെ നമ്മുടെ സ്കിന്നിനെ അങ്ങനെ ഭംഗിയായി നിർത്തുന്നതിൽ ആർക്ക് റോളുണ്ട്? ഈ പറയുന്ന അഡിപ്പോസ് ടിഷ്യൂ. അതായത് ദാറ്റ് ഈസ് ഇത് ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്നു. സോ ഇമ്പോർട്ടൻ്റ് ആണ് ഫാറ്റ് സ്റ്റോറേജ് ഇവിടെ കാണുന്നു എന്നുള്ളത്. ഇപ്പോൾ എക്സസ് ഓഫ് ന്യൂട്രിയൻ വിച്ച് ആർ നോട്ട് യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആർ കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റ് ആൻഡ് ആർ സ്റ്റോർഡ് ഇൻ ദ ടിഷ്യൂ. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എക്സസ് വരുന്ന കലോറീസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഫാറ്റായി മാറി കൺവേർട്ട് ചെയ്തിട്ട് ഇത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതപ്പോൾ ഞാൻ പറഞ്ഞത് ഒരുപാട് നാൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ഓൾമോസ്റ്റ് പട്ടിണി എന്ന് കിടക്കുന്ന ആളുകളിലൊക്കെ ഈ ഒരു സ്റ്റോറേജ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ സ്കിന്നിനടിയിലുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവില്ല. സോ സ്കിന്നൊക്കെ ആ രീതിയിൽ ആയി മാറും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അഡിപ്പോസ് ടിഷ്യൂ അതിൻ്റെ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് അഡിപ്പോസ് ടിഷ്യൂ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് അതിൽ പറഞ്ഞേക്കുന്നത് ടെൻഡനും ലിഗമെൻറ്റും ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്നത് കുട്ടികൾക്ക് മാറിപ്പോകുന്നതുമായ ഏരിയ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ടെൻഡൻ എന്ന് പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇറ്റ് അറ്റാച്ച് സ്കെലിറ്റൽ മസിൽ ടു ബോൺ. മസിലിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ബോൺ മസിൽ ടെൻഡൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. അക്രോണിം എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ദാറ്റ് ഈസ് BMT, ബോൺ മസിൽ ടെൻഡൻ. അപ്പോൾ പിന്നെ ലിഗമെന്റ് മാറിപ്പോയില്ല. ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ലിഗമെന്റ്. ഒരു ബോണും മറ്റൊരു ബോണും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ലിഗമെന്റ്. വേറാസ് BMT ബോൺ മസിലാണ് ടെൻഡൻ. ഓക്കെ, അപ്പോൾ ഇതാണ് കണക്റ്റീവ് ടിഷ്യൂവിലുള്ളൂ. നമുക്ക് അടുത്ത ഫോക്കസ് ഏരിയ മസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ ആണ്. മസിൽ ടിഷ്യൂവിൽ 3 തരം മസിലുകളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ദാറ്റ് ഈസ് സ്ട്രൈറ്റഡ് ആൻഡ് സ്മൂത്ത് കാർഡിയാക് മസിൽസ്. മസിൽ ടിഷ്യൂ എന്നാൽ മസിൽ സെല്ലുകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് മസിൽ ടിഷ്യൂ. ഇതും നമുക്കൊരു ചാപ്റ്റർ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റിൽ കുറച്ചുകൂടി ഇൻഡെപ്തിൽ പഠിക്കാനുണ്ട് കേട്ടോ. സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. സ്കെലിറ്റൽ മസിൽസ് ഇത് സ്കെലിറ്റൽ ബോണുകളോട്, അതായത് ബോണുകളോട് നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റത്തോട് അറ്റാച്ച് ചെയ്ത് കാണുന്നത് ആയതുകൊണ്ടാണ് ഇവരെ സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയാനുള്ള കാരണം. ദെൻ അവർക്കൊരു സ്ട്രൈപ്ഡ് അപ്പിയറൻസ്, അതായത് ഒന്നിടവിട്ട ലൈറ്റ് ആൻഡ് ഡാർക്ക് കളറുകളിലാണ് ഇവരിങ്ങനെ കാണുക. ദറ്റ് ഈസ് സ്ട്രൈപ്ഡ് അപ്പിയറൻസ്. സോ ദേ ഓൾസോ നോൺ ആസ് സ്ട്രയറ്റഡ് മസിൽസ് ആസ് they have striations. Striation means ഒന്നിടവിട്ട ലൈറ്റും ഡാർക്കുമായ കളറുകളിൽ ഇവരിങ്ങനെ കാണുന്നത് കൊണ്ടാണ് സ്ട്രയഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രൈപ്ഡ് അപ്പിയറൻസ് ആണ്. അതുകൊണ്ട് ഇവരെ പറയുന്ന പേരാണ് സ്ട്രയറ്റഡ് മസിൽസ്. ഇനി ഇവരുടെ ഫങ്ഷൻ അപ്പം എങ്ങനെയായിരിക്കും? അക്കോർഡിംഗ് ടു അവർ വിൽ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിലാണ്. നമുക്ക് കൈ നീട്ടണമെങ്കിൽ കൈ നീട്ടാം, കാല് നീട്ടണമെങ്കിൽ കാല് നീട്ടാം, മടക്കണമെങ്കിൽ മടക്കാം. സോ വോളണ്ടറി മസിൽസ് ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അതിന് വർക്ക് ചെയ്യിക്കാൻ പറ്റുക. ഓക്കെ, പിന്നെ കാണുന്ന സ്ഥലമാണ് പ്രൈമർലി ഇൻവോൾവ് ഇൻ ലോക്കോമോട്ടറി ആക്ഷൻസ് ആൻഡ് ചേഞ്ച് ഓഫ് ബോഡി പോസ്ചർ. ലോക്കോമോട്ടറി ആക്ഷൻ പറഞ്ഞു, കൈ നീട്ടുന്നു, കൈ മടക്കുന്നു, കാല് നീട്ടുന്നു, കാല് മടക്കുന്നു, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു, നമ്മളെ പോസ്ചർ കുനിഞ്ഞു നിൽക്കുക, നേർന്ന് നിൽക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇവർക്ക് ബന്ധമുള്ളത്. സോ അത് വോളണ്ടറി ആയിട്ടാണ്, അത് നമ്മളാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വോളണ്ടറി ആണ് മസിൽസിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ ബോൺസ്. സോ അവർ സ്കെലിറ്റൽ മസിൽസ് പറയുന്നു. സ്ട്രൈപ്ഡ് അപ്പിയറൻസിലുകൊണ്ട് സ്ട്രൈറ്റഡ് മസിൽ എന്ന് പറയുന്നു. ദെൻ വോളണ്ടറി ആണ് അവരുടെ ആക്ഷൻ. കാണുന്ന സ്ഥലം ബൈസെപ്സും ട്രൈസെപ്സിലും ഒക്കെ കാണുന്നുണ്ട്. ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്പ് മസിലുകളോട് ചേർന്നിട്ടാണ് കാണുകയെന്ന് പറഞ്ഞല്ലോ. ദെൻ ഇവിടെ ഇതാണ് അതിൻ്റെ ഡയഗ്രാം. നോക്കൂ, സ്ട്രയഷൻസ്, ഒരു ഡാർക്ക് ഒരു ലൈറ്റ്, ഒരു ഡാർക്ക് ഒരു ലൈറ്റ്, ആ രീതിയിലാണ് കാണുക. സോ ഈ ഡയഗ്രാം കൂടി ശ്രദ്ധിക്കണം. ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ദ മസിൽ, റൈറ്റ് എനി 2 ക്യാരക്ടേഴ്സ്, പിന്നെ അതുപോലെ ഇത് എവിടെ കാണുന്നു എന്നുള്ളതൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ.
ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്പ് മസിൽസ്, ഈ ഇവിടെ ഞാൻ പറഞ്ഞൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്പ് മസിൽസ് ആണ് നമ്മളിപ്പോൾ ഈ മസിലുകൾ ബൈസെപ്സിലും ട്രൈസെപ്സിലും കാണുന്ന മസിലുകൾ ഏത് തരം മസിൽസിന് ഉദാഹരണമാണ്? സ്കെലിറ്റൽ മസിൽസിന് ഉദാഹരണമാണ്. കാരണം ഈ രണ്ട് മസിലുകളും നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്നതാണ്. സോ ദീസ് ആർ എക്സാമ്പിൾ ഫോർ ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്പ് മസിൽസ്. ഈ രണ്ടെണ്ണവും സ്കെലിറ്റൽ മസിലിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ തവണത്തെ ഈ പബ്ലിക് എക്സാമിനല്ല, കഴിഞ്ഞ തവണത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചിരുന്നു സ്കെലിറ്റൽ മസിലിന് 2 ഉദാഹരണം എഴുതാൻ ചോദിച്ചിരുന്നു. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ അത് ആൻസർ ചെയ്തുള്ളൂ കേട്ടോ. ദെൻ സ്മൂത്ത് മസിലുകളുണ്ട്. സ്മൂത്ത് മസിലുകൾക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 സൈഡുകളും പോയിന്റഡ് ആയിട്ടാണ് കാണുക. അതിൽ സ്ട്രയേഷൻസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ സ്മൂത്ത് മസിലുകൾ അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ഇന്റേണൽ ഓർഗൻസിലാണ് കാണുക. ദാറ്റ് ഈസ് ബ്ലഡ് വെസൽസ്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസിൽ കാണുന്നത് കൊണ്ട് ഇവരെ വിസറൽ മസിൽസ് എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവര് ഇന്റേണൽ ഓർഗൻസിന്റെ ഉള്ളിലാണ് കാണുന്നത്. സോ അവരുടെ ആക്ഷൻ അവരെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇവരെ ഇൻവോളണ്ടറി ആണ് അവരുടെ ആക്ഷൻ. അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. ഇപ്പം നമ്മുടെ സ്റ്റൊമക്കിൻ്റെ മസിലുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ബ്ലഡ് വെസൽസിൻ്റെ മസിലുകൾ, ഇതൊക്കെ നമ്മളാണോ തീരുമാനിക്കുന്നത്? അല്ല. സോ അത് ഇൻവോളണ്ടറി മസിലാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രമാണ്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കണ്ടോ 2 ഭാഗവും പോയിന്റഡ് ആയിട്ടുള്ള ഈ ഷേപ്പാണ് ഫ്യൂസിഫോം ഷേപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്ട്രയേഷൻസ് എന്തെങ്കിലും കാണാണ്ടോ? ഇല്ല. അപ്പോൾ നോൺ സ്ട്രൈറ്റഡ് ആണ്. ഓക്കെ. ദെൻ കാർഡിയാക് മസിൽ ഹാർട്ടിൽ കാണുന്ന മസിലാണ് കാർഡിയാക് മസിൽ. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ആയിട്ടാണ് കാണുക. പിന്നെ മറ്റൊന്ന് സെല്ലുകൾ തമ്മിൽ കാർഡിയാക് മസിൽ, അപ്പോൾ അത് മസിൽ ടിഷ്യൂ ആണല്ലോ, അപ്പോൾ അതിൽ കുറേ കാർഡിയാക് മസിൽ സെല്ലുകൾ ഉണ്ടാവും. അപ്പോൾ ആ സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ഇന്റർകലേറ്റഡ് ഡിസ്കുകൾ കാണുന്നുണ്ട്. സോ സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു സെല്ലിന് സിഗ്നൽ കിട്ടിയാൽ അത് അടുത്ത സെല്ലുകളിലേക്ക് ഈ ജംഗ്ഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇതിനെ സഹായിക്കുന്നു. നമുക്കറിയാം നമ്മുടെ കാർഡിയാക് മസിൽസ്, ഹാർട്ട് മസിൽസ് തുടർച്ചയായിട്ട് സങ്കോച വികാസങ്ങൾ, കൺട്രാക്ഷൻ, റിലാക്സേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മറ്റുള്ള മസിലുകൾ പോലെയല്ല, ഇത് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു റിതം താളത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് സഹായിക്കുന്നത് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ഇന്റർകലേറ്റഡ് ഡിസ്കുകളാണ്. സോ ഇറ്റ് ഈസ് എൻ ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ഓഫ് കാർഡിയാക് മസിൽ. വളരെ ശ്രദ്ധിക്കണം. ഇതിൽ സ്ട്രയേഷൻസ് ഉണ്ട്, പക്ഷെ ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ പറയുമ്പോഴാണ് ഹാർട്ട് മസിൽ വർക്ക് ചെയ്യുന്നത്? അല്ല, അത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ഇൻവോളണ്ടറി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് കണ്ടോ ബ്രാഞ്ച്ഡ് സ്ട്രക്ചറാണ്. ഈ കാണുന്നതാണ് സെൽ ജംഗ്ഷൻ അല്ലെങ്കിൽ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്നൊക്കെ പറയുന്ന കാര്യം ഇതാണ്. ഇത് വഴിയാണ് ഇങ്ങനെ സെല്ലുകളിലേക്ക് ആ സിഗ്നലുകളെ പാസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് കാർഡിയാക് മസിൽ. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു പേപ്പർ, നിങ്ങൾ നോട്ട് എഴുതുന്ന ആളുകളല്ലാത്തവർ എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുക്കുക, 3 കോളം വരയ്ക്കുക, സ്ട്രൈറ്റഡ്, നോൺ സ്ട്രൈറ്റഡ്, കാർഡിയാക് എന്ന് പേര് എഴുതുക. എന്നിട്ട് അതിനൊന്ന് കമ്പയർ ചെയ്ത് വെച്ചേക്കുക. കാരണം കമ്പയർ ചെയ്യാനൊക്കെ 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റായിട്ട് എന്ത് എഴുതാം? സ്ട്രൈറ്റഡ് മസിൽസ് ഫൗണ്ട് അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ സ്കെലിറ്റൽ ബോൺസ്. സ്മൂത്ത് മസിൽ ആണെങ്കിലോ ഫൗണ്ട് ഇൻ ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ. തേർഡ് വൺ കാർഡിയാക് മസിൽ ഫൗണ്ട് ഇൻ ഹാർട്ട്. ഓക്കെ അല്ലേ. ഇനി സ്ട്രൈറ്റഡ് അപ്പിയറൻസ് ആണ് സ്ട്രൈറ്റഡ് മസിൽസ്. സ്മൂത്ത് മസിൽസ് നോൺ സ്ട്രൈറ്റഡ് ആണ്. കാർഡിയാക് മസിൽസ് സ്ട്രേഷൻസ് ആർ പ്രസന്റ് ബട്ട് ഫെയിൻറ്റ്. അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ചെറിയ രീതിയിലാണ് കാണുക. ആൻഡ് തേർഡ് പോയിന്റ് ആയിട്ട് എഴുതാം എന്ത്, ഇതിൻ്റെ ഈ നമ്മുടെ ഫങ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. സ്ട്രൈറ്റഡ് മസിൽസ് നമ്മൾ എന്ത് പറഞ്ഞു? വോളണ്ടറി ആണ്. മറ്റേ സ്മൂത്തും കാർഡിയാക്കും ഇൻവോളണ്ടറി ആണ്. പിന്നെ അതിൻ്റെ ഷേപ്പ് കാണിക്കാം. ഒന്ന് ഫ്യൂസിഫോം ആണ്, ഇത് ബ്രാഞ്ച്ഡ് ആണ്, കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം കൂടെ കാണിക്കാം. അങ്ങനെ 3-4 പോയിന്റുകൾ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ പഠിച്ചേക്കുക കേട്ടോ. ന്യൂറൽ ടിഷ്യൂവിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. ദ ന്യൂറോഗ്ലിയ സെല്ലാണ് നമുക്ക് അവിടെ വേണ്ടു. ദ ന്യൂറോഗ്ലിയ സെൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ മേജർ പാർട്ട് ഓഫ് ദി ന്യൂറൽ സിസ്റ്റം വിച്ച് പ്രൊട്ടക്ട് ആൻഡ് സപ്പോർട്ട് ന്യൂറൽ. നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട മേജർ പാർട്ടും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ന്യൂറോഗ്ലിയ സെല്ലാണ്.
അത് ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയ. ഇനിയും ഫർദറായിട്ട് റിസർച്ച് നടക്കേണ്ട ഒരു കാര്യമാണ് ഈ ന്യൂറോഗ്ലിയ സെൽ കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. സെൽ ബോഡി, ആക്സോൺ, ന്യൂക്ലിയസ്, ഡെൻഡ്രൈറ്റ് ഒക്കെ കാണാം. ഇപ്പോൾ ന്യൂറോഗ്ലിയ സെൽസുകളാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ അതിന്ന്. ഇനി നമുക്ക് ഫോക്കസ് ഏരിയ നോക്കിയാൽ മോർഫോളജി, മൗത്ത് പാർട്സ്, അനാട്ടമി, എലിമെൻ്ററി കനാൽ, പിന്നെ നെർവസ് സിസ്റ്റത്തിൽ ഒമാറ്റിഡിയ, മൊസൈക് വിഷൻ. അപ്പോൾ നമുക്കിനി ആ കോക്രോച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് ആണ്. അപ്പോൾ ഇതാ ഈ പാർട്സുകളെ കണ്ടാൽ അവരൊന്ന് പേരൊക്കെ ഒന്ന് എഴുതാനൊന്ന് പഠിച്ചേക്കുക. ഈ പാർട്സിൻ്റെ പേരും ലേബ്രം, ലേബിയം, മാൻഡിബിൾ, മാക്സില്ല, ഹൈപ്പോഫാരിങ്സ്. ഇതാണ് പാർട്സിൻ്റെ പേര്. അപ്പോൾ ലേബ്രം എന്ന് പറയുന്ന ഈ ഭാഗത്തെ നമ്മുടെ അപ്പർ ലിപ്പിന് സമാനമായിട്ട് കണക്കാക്കുന്നു. ലേബ്രം ദാറ്റ് ഈസ് അപ്പർ ലിപ്പ്. മാൻഡിബിൾസ് കണ്ടോ, മാൻഡിബിൾസ് നമ്മുടെ പല്ലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടു. ഇതിന് ടൂത്ത്ഡ് എഡ്ജൊക്കെ ഉണ്ട്. ഈ പാറ്റ, കോക്രോച്ച് ഇപ്പം സപ്പോസ് സോപ്പിലോ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴങ്ങളിലൊക്കെ വന്ന് അവർ ഇതാക്കി കഴിഞ്ഞാൽ ഈ ഒരു പാടുകൾ നമുക്കതിൽ കാണാൻ പറ്റും. ആ മാൻഡിബിളിൻ്റെ ആണ് ഗ്രൈൻഡിങ് റീജിയൻ അല്ലെങ്കിൽ ഇൻസൈസ്, നമ്മുടെ പല്ലിനോട് ബന്ധപ്പെട്ട രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മാൻഡിബിൾസ്. ദെൻ മാക്സില്ല, മാക്സില്ലകൾ എന്ന് പറയുമ്പോൾ ഇതാണ് മാക്സില്ലകൾ എന്ന് പറയുന്നത്. ദെൻ ലോവർ ലിപ്പായിട്ട് പറയുന്ന ഭാഗമാണ് ലേബിയം, ലേബിയം ലോവർ ലിപ്പ്. ദെൻ ടങ്ങുമായി ആക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഹൈപ്പോഫാരിങ്സ്. സോ അപ്പർ ലിപ്പ് ലേബ്രമാണ്, ലോവർ ലിപ്പ് ലേബിയമാണ്. ടങ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഹൈപ്പോഫാരിങ്സ് ആണ്. അപ്പോൾ ഇത്രയും ചേർന്നതാണ് കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ്. ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അടുത്തത് എലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ എലിമെൻ്ററി കനാലാണ്. അതിനെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഫോർഗട്ട്, മിഡ് ഗട്ട്, ഹൈൻ ഗട്ട്, 3 ഭാഗങ്ങളായിട്ട്. ഫോർഗട്ടിൽ വരുന്ന ഭാഗങ്ങളാണ് മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാഡ്. ഇതെന്താണെന്നറിയോ, ഡ്രോ എ ഫ്ലോ ചാർട്ട് ഷോവിങ് ദ എലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തിൻ്റെ ഫങ്ഷനായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഫോർഗട്ടിൽ മൗത്തും ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാഡ് ആൻഡ് അത്രയും ഫോർഗട്ടിൽ വന്നു. ദെൻ അവരെ തമ്മിലുള്ളൊരു കണക്ഷനായിട്ട് വരുന്നൊരു ഭാഗമാണ്, ജംഗ്ഷനിൽ കാണുന്ന ഭാഗമാണ് ഹെപ്പാറ്റിക് സികെ. പിന്നെ നമുക്ക് മിഡ് ഗട്ട് വരും, ദെൻ ഹൈൻ ഗട്ട്, അങ്ങനെയാണ് കാണുക. അപ്പോൾ ഇതിൽ ക്രോപ്പിൻ്റെയും ഗിസാഡിൻ്റെയും ഫങ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് തിയറിക്കും പ്രാക്ടിക്കലിനും ഒക്കെ ചോദിക്കാറുണ്ട്. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഭാഗമാണ്, കണ്ടോ, ഫോർ സ്റ്റോറിങ് ഓഫ് ഫുഡ്. ദെൻ ഗിസാഡ് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് ദ ഫുഡ് പാർട്ടിക്കിൾ. ഫുഡ് പാർട്ടിക്കിളിനെ നമ്മൾ ചവച്ചരയ്ക്കുന്നതിന് പകരം അവിടെ ഇട്ടിട്ട് അരയ്ക്കാനുള്ള ഭാഗമാണ് ഇത് ഗിസാഡ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഹെപ്പാറ്റിക് സികെ എന്ന് പറഞ്ഞാൽ ഞാൻ ഡയഗ്രാം കാണിച്ചുകൊണ്ട് പറയാം. ഇതാണ് ക്രോപ്പ് റീജിയൻ, കണ്ടോ, ഇത് ഇങ്ങനെ വീർത്ത് വരും, അതായത് ഫുഡ് സ്റ്റോറേജ് അനുസരിച്ച്. അപ്പോൾ ഫുഡ് സ്റ്റോറേജ് ആണ് ഇവിടെ വരിക. ഇതാണ് ഗിസാഡ് എന്ന ഭാഗം. ഇവിടെ ഈ അത് പൊടിച്ചരയ്ക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ഗിസാഡിൽ. കൈറ്റിനസ് ആയിട്ടുള്ള ടീത്ത് ലൈക്ക് സ്ട്രക്ചറൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഗിസാഡിൽ. ദെൻ ഇതാണ് ഹെപ്പാറ്റിക് സികെ. അപ്പോൾ നമ്മൾ ഇതുവരെ ഏത് ഭാഗമാണ്, ഇവിടം തൊട്ടിട്ട് ഇവിടെ വരെ ഏതാണ് ഭാഗം, ഫോർഗട്ടാണ്. പിന്നെ ഈ ഒരു നെക്സ്റ്റ് ഭാഗം ട്യൂബുലാർ ഭാഗം, ഈ ഭാഗം എന്താണ്, മിഡ്ഗട്ട് അല്ലെങ്കിൽ മിസെൻട്രോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും, ഫോർഗട്ടിൻ്റെയും മിഡ്ഗട്ടിൻ്റെയും ഇടയിലായിട്ട് കാണുന്ന 6 to 8 ട്യൂബുലാർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് ഹെപ്പാറ്റിക് സികെ. ഓക്കെ, അപ്പോൾ ഹെപ്പാറ്റിക് സികെയുടെ ഫംഗ്ഷൻ ഒന്ന് നോക്കൂ നിങ്ങൾ. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ്. ദഹന രസങ്ങളാണ് ആക്ച്വലി. ഇപ്പം നമുക്ക് കുറേ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇല്ലേ ദഹനത്തെ സഹായിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ആ ഡൈജസ്റ്റീവ് ജ്യൂസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, ഹെപ്പാറ്റിക് സികെയുടെ ഫംഗ്ഷൻ. ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നെക്സ്റ്റ് നോക്കൂ, മാൽപീജിയൻ ട്യൂബ്യൂൾസ്. നമ്മൾ ആർത്രോപോഡ ഫൈലത്തിൽ പഠിച്ചൊരു കാര്യമാണ് അല്ലേ. ആർത്രോപോഡ എന്താ, ഈ മിഡ് ഗട്ടിൻ്റെയും ഹൈൻ ഗട്ടിൻ്റെയും ഇടയിലായിട്ട് കാണുന്ന ഈ ഹെയർ ലൈക്ക് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള സ്ലൈറ്റ്ലി യെല്ലോ കളേർഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾസ് ആണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. എന്തായിരുന്നു ഫംഗ്ഷൻ എന്ന് ഓർത്ത് നോക്കൂ. യെസ്, എക്സ്ക്രീഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ ആണ് ആരുടെ ഫംഗ്ഷൻ, മാൽപീജിയൻ ട്യൂബ്യൂളിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് പാർട്ടാണ് ഹൈൻ ഗട്ട്. ആ ഹൈൻ ഗട്ടിന് നമുക്ക് 3ആയി ഡിവൈഡ് ചെയ്യാം. ഇലിയം, കോളൺ ആൻഡ് റെക്റ്റം. ഇലിയം, കോളൺ ആൻഡ് റെക്റ്റം. അപ്പോൾ ഈ ഇത് ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ചോദിക്കാം, ഫംഗ്ഷൻ ചോദിക്കാം, ഡയഗ്രാം തന്നിട്ട് ലേബൽ ചെയ്യാൻ ചോദിക്കാം. പല രീതിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഫോർഗട്ട്, മിഡ് ഗട്ട്, ഹൈൻ ഗട്ട്. ഫോർഗട്ട് എന്ന് പറഞ്ഞാൽ മൗത്ത് മുതൽ ഗിസാഡ് വരെയാണ്.
പിന്നെ ഇത് മിഡ് ഗട്ടിന് നമുക്ക് പ്രത്യേകിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. മിഡ് ഗട്ട് അല്ലെങ്കിൽ മിസെൻട്രോൺ എന്നതിനെ പറയുന്നുണ്ട്. രണ്ടിൻ്റെ ജംഗ്ഷൻ കാണുന്നതാണ് ഹെപ്പാറ്റിക് CK. ദെൻ അത് കഴിഞ്ഞ് ഹൈൻഗട്ട്, അതിൻ്റെ ജംഗ്ഷനിലാണ് ഈ മാൽപിജിയൻ ട്യൂബ്യൂൾസ് കാണുക. ഇലിയം, കോളൺ, റെക്ടം എന്നുള്ള 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച്, എലിമെൻ്ററി കനാലിനെ കുറിച്ച് പറയാനുള്ളത്. ഷുവറായിട്ടും ക്വസ്റ്റ്യൻ വരും കേട്ടോ. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. എന്താണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇലിയം, കോളൺ, റെക്ടം, റെക്ടം ഓപ്പൺസ് ടു ഔട്ട് ത്രൂ എയ്നസ്, അതുകൊണ്ട് അവിടെ ചേർത്തു എന്നേ ഉള്ളൂ. ഇനി ചെറിയൊരു ഏരിയ ആണുള്ളത്, നെർവസ് സിസ്റ്റമാണുള്ളത്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഒമാറ്റിഡിയയും മൊസൈക് വിഷനും മാത്രമാണ്. അപ്പോൾ ഈ കോക്രോച്ചിൽ കാണുന്ന ഐ കോമ്പൗണ്ട് ഐസ് എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കണ്ണുകളും ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ചെറിയ യൂണിറ്റുകൾ ചേർന്നിട്ടാണ്. ദാറ്റ് ഈസ് എബൌട്ട് 2000 സിമ്പിൾ യൂണിറ്റ്സ് അതിലുണ്ട്. ആ സിമ്പിൾ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് ഒമാറ്റീഡിയ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കണ്ണ് ഒരു കോമ്പൗണ്ട് ഐ ആണ്, അതിൽ 2000-ഓളം സിമ്പിൾ യൂണിറ്റ്സ് ആയ ഒമാറ്റീഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ തന്നെ ഒരുപാട് ഇമേജസ് അറ്റ് എ ടൈം ഫോം ചെയ്യുന്നുണ്ട്. സച്ച് ടൈപ്പ് ഓഫ് വിഷൻ ഈസ് നോൺ ആസ് മൊസൈക്ക് വിഷൻ. അപ്പോൾ ഈ 2 ടേമുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇത് നിങ്ങളുടെ ഫോക്കസിൽ ഇല്ലെങ്കിൽ പോലും പണ്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതായത് കോക്രോച്ചിൻ്റെ നെർവ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഇതിപ്പോൾ നമ്മളിലൊക്കെ ആണെങ്കിൽ മെയിൻലി ഹെഡ് റീജിയനിലാണ് അല്ലേ. അപ്പം കോക്രോച്ചിനാണെങ്കിൽ അത് ത്രൂ ഔട്ട് ദ ബോഡിയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഹെഡ് റീജിയനിൽ ചെറിയൊരു ഭാഗം, ഓൺലി എ ബിറ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം ഈസ് പ്രസൻറ്റ് ഇൻ ദ ഹെഡ് റീജിയൻ, while the rest is situated along the belly side of the body. ബാക്കിയുള്ളത് ഈ പറയുന്ന ഇപ്പോൾ തൊറാക്സ് റീജിയനിൽ, അബ്ഡമൻ റീജിയനിൽ ഒക്കെ ആയിട്ട് ഈ നെർവസ് സിസ്റ്റം സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ ഇഫ് ദ ഹെഡ് ഓഫ് എ കോക്രോച്ച് ഈസ് കട്ട് ഓഫ് ഇറ്റ് വിൽ സ്റ്റിൽ ലൈവ് ഫോർ ആസ് ലോങ് ആസ് 1 വീക്ക്. ഈ ഒരു സാധനം ടെക്സ്റ്റ് ബുക്കിലെ ഒരു സെൻറ്റൻസ് ആണ്. ഇത് കോട്ട് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പം നിങ്ങൾ എഴുതേണ്ട ഉത്തരം ഇതാണ്. മേ ബി നോക്കൂ, ഇതൊന്ന് 2 വരി ഒന്ന് പഠിച്ചു പോയാൽ ചിലപ്പോൾ 2 മാർക്കോ 3 മാർക്കോ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അഡീഷണലായിട്ട് അതുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ ഫോക്കസ് ഏരിയ. 2 വീഡിയോ ആക്കാൻ മാത്രമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞത്. ഒരു 37 മിനിറ്റോളം കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് ലെങ്തി ആണെന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യാനോ ഒന്നും നിൽക്കരുത് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഞാൻ വീണ്ടും സമയം കളയുന്നില്ല. അപ്പോൾ കാണുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ടീച്ചർ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു പ്രേരണയായിട്ട് നിൽക്കുന്നത്. അതെന്നും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നത് വരെ ബൈ.